2004 ഏതൻസ് ഒളിമ്പിക്സിലെ 5ാം സ്ഥാനക്കാരി അഞ്ജു ബോബി ജോർജ് പ്രതീക്ഷയിലാണ്. ഇന്ത്യക്കൊരു വെള്ളി മെഡൽ അവിചാരിതമായി വന്നുചേരും. ഈ വർഷമാണ് ഞാൻ ഓസ്ട്രേലിയയും ബ്രിട്ടനുമായിട്ട് കോണ്ടാക്ട് ചെയ്തത്. അവരുടെ കയ്യിൽ ഇതിന്റെ പല എവിഡൻസും ഉണ്ട്. അപ്പം നമ്മൾ ഒരുമിച്ച് മൂവ് ചെയ്യാമെന്നുള്ളൊരു സജഷൻ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് കുറച്ചും കൂടെ സ്ട്രോങ് ആയത്. ഇന്ത്യക്കൊപ്പം ഏതൻസിൽ 4ഉം 6ഉം സ്ഥാനം നേടിയ ഓസ്ട്രേലിയയും ബ്രിട്ടനും ചേർന്നത് ഗുണം ചെയ്യുമെന്നും അഞ്ജു പറഞ്ഞു. ഇന്ത്യ രാജ്യം മൊത്തം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യ മൊത്തം എന്റെ കൂടെയുണ്ട്. ആ ഒരു ഫൈറ്റിൽ ഓസ്ട്രേലിയയും ബ്രിട്ടനും കൂടെ ചേർന്നപ്പോൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയി. 10 വർഷമാണ് ഒരു അത്ലറ്റിന്റെ പരിശോധനാ സാമ്പിളുകൾ സൂക്ഷിക്കുന്നത്. റഷ്യൻ താരങ്ങളുടെ സാമ്പിളുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് അന്വേഷണത്തെ ബാധിക്കില്ല. ഏതൻസിൽ 4, 5, 6 സ്ഥാനങ്ങളിലെത്തിയ ഓസ്ട്രേലിയയും ഇന്ത്യയും ബ്രിട്ടനും ഏപ്രിൽ 2ാം വാരം നടക്കുന്ന രാജ്യാന്തര അത്ലറ്റിക് ഫെഡറേഷന്റെ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ പരാതി ഉന്നയിക്കും. വാഡ അക്രഡിറ്റേഷനുള്ള മോസ്കോയിലെ ലാബിന്റെ ഒത്താശയോടെ റഷ്യൻ താരങ്ങൾ പരിശോധനയിൽ കൃത്രിമം കാണിച്ചെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് റിയോ ഒളിമ്പിക്സിൽ നിന്ന് റഷ്യൻ അത്ലറ്റിക്സ് ടീമിനെ വിലക്കിയത്. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.